ഹലോ ചെക്ക് ഹലോ. അഖിൽ അച്ഛന്റെ പേര് രാജേന്ദ്ര ഒന്നും കുറുപ്പ്. ഓടിപ്പോകുന്നില്ല, ഞാൻ പറഞ്ഞ തന്നെ പറയാം. അല്ല അഖിൽ അച്ഛന്റെ പേര് രാജേന്ദ്ര കുറുപ്പ് എന്നല്ലേ പേര്? രാജേന്ദ്രൻ പിള്ള. രാജേന്ദ്ര പിള്ള അവര് മാരാരൊക്കെ വരുന്നത്. എടാ എന്റെ ജാതി മാരാരാടൂ. അല്ല അതിനു മുമ്പ് എന്താ അച്ഛന്റെ പേരിലുണ്ട്. കരുണാകരന്റെ ജാതി മാരാരല്ലേ? അല്ല അഖിൽ ഒരുപാട് മാരാരൊപ്പം ആദ്യമല്ല ഉണ്ട്. പ്രശ്നം. അതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അഖിലിന്റെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് അഖിൽ കോട്ടാത്തലാണ്. അല്ല അഖിൽ രാജനാണ്. അഖിൽ രാജ്. അപ്പൊ ഒരു മിനിറ്റ്, അഖിൽ രാജനായിരുന്ന അഖിൽ കോട്ടാത്തലായി, അഖിൽ മാരാറായി. 3 വട്ടം പേര് മാറ്റി. നീ ഒന്നും പണയണ്ട. കല്യാണത്തിന് ശേഷം ഫിറോസ് ഗാന്ധിയുടെ ഗാന്ധി എന്നുള്ള ആ ഇനിഷ്യൽ ഒന്ന് വെച്ചതിന് നിങ്ങൾക്ക് ഇത്ര വിഷമം എന്താ? ഞാൻ ചോദിച്ചത് ഇന്ത്യ മഹാരാജ്യത്തെ 17 വർഷക്കാലം ഭരിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിനെ കാട്ടി മഹിമ ഭർത്താവിന്റെ പേരിനുണ്ടെന്ന് കണ്ടുകൊണ്ടാണോ വെച്ചതെന്ന് ഞാൻ ചോദിച്ചോളൂ. ഫിറോസ് ഗാന്ധിയുടെ ചരിത്രം പരിശോധിക്കണം. രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ക്യാബിനറ്റിനെതിരെ സംസാരിക്കാൻ ആർജവമുണ്ടായ വിപ്ലവകാരിയായിട്ടുള്ള കോൺഗ്രസ് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷമുണ്ട്. അപ്പം അതൊക്കെ ഞാൻ പറയട്ടെ, ആ ചരിത്രം പരിശോധിക്കാം. അപ്പൊ നെഹ്റുവിനോളം തന്നെ തലയെടുപ്പുള്ള പേരാണ് ഗാന്ധി. അത് ഇവരാണ് പ്രശ്നം. അത് ഇന്ദിരാഗാന്ധി സ്വന്തം അച്ഛന്റെ പേര് ഇടാത്തതിൽ അഖിലിന് പ്രശ്നമുണ്ട്. അതേസമയം അച്ഛന്റെ പേരില്ല. ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. ഏതോ മാരാര് കയറി നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഞാൻ അതായത് അഖിൽ രാജ് എന്ന് പറഞ്ഞ അഖിലിന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്നു, ഗുമ്മു പോരാന്ന് പറഞ്ഞിട്ട് അഖിൽമാരാണ് പേര് മാറ്റി. എനിക്ക് അതിലൊരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു പ്രശ്നമുണ്ട്. അഖിൽ രാജൻ എന്നുള്ള പേര് അച്ഛന്റെ പേര്, അത് അഖിലിന്റെ ചോയ്സ് അനുസരിച്ച് എപ്പോ വേണമെങ്കിലും മാറ്റാം. പക്ഷെ അഖിൽ കോട്ടാത്തലായത് എങ്ങനെയാ? ശരി, ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, അച്ഛന്റെ പേര് മാറ്റി കോട്ടാത്തലാക്കി. കാശ്മീർ അതിന് ഗുമ്മ പോരായിട്ട് മാരാറാക്കി. ഏതെങ്കിലും ഒന്ന് സ്ഥിരീകരിക്കടാ. 3 വട്ടം പേര് മാറ്റിയ ആള് മറ്റുള്ളവരുടെ കാര്യം സംസാരിച്ചാ പോലെ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ.